എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പവർ ഇൻവെർട്ടറിലേക്ക് സ്റ്റോറേജ് ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. 1. ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി ബന്ധിപ്പിക്കുന്നു. 2. പവർ ഇൻവെർട്ടർ ബാറ്ററിയിലേക്ക് ബന്ധിപ്പിക്കുന്നു. 3. സോളാർ പാനൽ ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിക്കുന്നു. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെൻറ്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ട്രെയിനികളുടെ ടൂൾ കിറ്റ്, ക്രിംപിംഗ് ടൂൾ, യൂസർ മാനുവലുള്ള പവർ ഇൻവെർട്ടർ, ഔട്ട്പുട്ട് പവർ 300 വാട്ട്സ്, ഇൻപുട്ട് 12 വോൾട്ട് DC, ഔട്ട്പുട്ട് 220 വോൾട്ട് AC, സോളാർ ചാർജ് കൺട്രോളർ ടൈപ്പ് PWM, സിസ്റ്റം വോൾട്ടേജ് 12 മുതൽ 24 വരെ വോൾട്ട്, പരമാവധി ഔട്ട്പുട്ട് കറണ്ട് 50 ആംപ്സ്, ബാറ്ററി 12 വോൾട്ട് 10 ആംപിയർ അവർ, കാട്രിഡ്ജ് ഫ്യൂസ്, കണക്റ്റിംഗ് വയറുകൾ 6 ചതുരശ്ര മില്ലിമീറ്റർ ചുവപ്പും കറുപ്പും ഓരോ മീറ്റർ, 1.5 ചതുരശ്ര മില്ലിമീറ്റർ ചുവപ്പും കറുപ്പും ഓരോ 1 മീറ്റർ, DC സർക്യൂട്ട് ബ്രേക്കർ സിംഗിൾ പോൾ 12 മുതൽ 250 വോൾട്ട് DC 6 ആംപ്സ്, ലഗ് ടെർമിനലുകൾ അല്ലെങ്കിൽ റിംഗ് ടൈപ്പ് 6 ചതുരശ്ര മില്ലിമീറ്ററും 1.5 ചതുരശ്ര മില്ലിമീറ്ററും. ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി ബന്ധിപ്പിക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ തിരിച്ചറിയുക. 20 വോൾട്ടുകളുടെ ഏകദേശ DC വോൾട്ടേജ് മെഷർമെൻറ്റ് റേഞ്ചിൽ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്ത് ബാറ്ററിയുടെ ടെർമിനൽ വോൾട്ടേജ് അളക്കുക. ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ടിൽ കുറവല്ലെന്ന് ഉറപ്പാക്കുക. സോളാർ ചാർജ് കൺട്രോളറിലെ ബാറ്ററി ടെർമിനലുകൾ തിരിച്ചറിയുക. ചാർജ് കൺട്രോളറിലേക്കും സർക്യൂട്ട് ബ്രേക്കറിലേക്കും ബാറ്ററി ബന്ധിപ്പിക്കുന്നതിന് ആവശ്യമായ 2 ഇലക്ട്രിക്കൽ വയർ അളന്ന് മുറിക്കുക. 12 മില്ലിമീറ്ററിൽ 2 അറ്റത്തും ഇൻസുലേഷൻ സ്ലീവ് നീക്കം ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ കേബിൾ ലഗ് ടെർമിനലുകളിൽ കണ്ടക്ടർ ചേർക്കുക. ക്രിംപിംഗ് ടൂൾ ഉപയോഗിച്ച് കേബിളിൻ്റെ 2 അറ്റത്തിലുമുള്ള വയറിലെ ലഗുകൾ ക്രിംപ് ചെയ്ത് ബാറ്ററി ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക. DC സർക്യൂട്ട് ബ്രേക്കർ വഴി ചാർജർ കൺട്രോളറിൻ്റെ പോസിറ്റീവ് ബാറ്ററി ടെർമിനലുമായി ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുകൾ ചാർജ് കൺട്രോളറിൻ്റെ നെഗറ്റീവ് ബാറ്ററി ടെർമിനലുമായി ബന്ധിപ്പിക്കുക. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മതിയായ ടൈറ്റ്നെസ് നിലനിർത്തുക. ബാറ്ററിയിലേക്ക് പവർ ഇൻവെർട്ടർ ബന്ധിപ്പിക്കുന്നു. സുരക്ഷാ മുൻകരുതലുകൾ. ഇൻവെർട്ടർ ഭിത്തിയിൽ ശരിയായ സ്ഥാനത്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വയർ കണക്ഷൻ ചെയ്യാൻ കഴിയൂ. മാക്സിമം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും സോളാർ അറേകളുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും ഇൻവെർട്ടറിന്റെ നിശ്ചിത പരിധി കവിയുന്നില്ലെന്ന് ഉറപ്പാക്കുക. പവർ ഇൻവെർട്ടറിലെ ബാറ്ററി ടെർമിനലുകൾ തിരിച്ചറിയുക. ഇൻവെർട്ടറിലെ ബാറ്ററി ടെർമിനലുകൾ സാധാരണയായി ബാറ്ററി എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് പോളാരിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളോടെയാണ്. പോസിറ്റീവ് ടെർമിനലിനെ ബന്ധിപ്പിക്കാൻ ചുവന്ന നിറമുള്ള വയറുകളും നെഗറ്റീവ് ടെർമിനലിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കറുത്ത നിറമുള്ള വയറുകളും ഉപയോഗിക്കുക. രണ്ട് നീളമുള്ള ഇലക്ട്രിക്കൽ വയർ അളന്ന് മുറിക്കുക. ഇൻസുലേഷൻ നീക്കം ചെയ്ത് ബാറ്ററിയെ ഇൻവെർട്ടറിലേക്കും DC സർക്യൂട്ട് ബ്രേക്കറിലേക്കും ബന്ധിപ്പിക്കാൻ തയ്യാറാവുക. ക്രിംപിംഗ് ടൂൾ ഉപയോഗിക്കുക. 2 കേബിളിൻ്റെയും അറ്റത്തുള്ള വയറിലെ ലഗുകൾ ക്രിംപ് ചെയ്യുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനെ ഇൻവെർട്ടറിന്റെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കാൻ ഒരു നീളമുള്ള വയർ ഉപയോഗിക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനെ DC സർക്യൂട്ട് ബ്രേക്കറുമായി സീരീസിലുള്ള ഫ്യൂസിലൂടെ ബന്ധിപ്പിക്കാൻ ഒരു നീളമുള്ള വയർ ഉപയോഗിക്കുക.
ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ പവർ ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനെ നെഗറ്റീവ് ടെർമിനലിലേക്കും പോലെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഔട്ട്പുട്ട് എൻ പവർ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ടെർമിനലുകൾ ഇൻപുട്ട് സൈഡുമായി ശരിയായ പോളാരിറ്റിയോടെ ബന്ധിപ്പിക്കുക. പവർ ഇൻവെർട്ടർ ഔട്ട്പുട്ട് വശത്തിൻ്റെ മറ്റേ അറ്റത്ത് നിങ്ങൾക്ക് AC ഔട്ട്പുട്ട് ടെർമിനലുകൾ കാണാം. ഇൻവെർട്ടറിൻ്റെ AC ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് ലോഡ് ബന്ധിപ്പിക്കുക. എല്ലാ കണക്ഷനുകളും സുരക്ഷിതവും ടൈറ്റും ആണെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ പവർ ഇൻവെർട്ടറിന് സ്ക്രൂ ടെർമിനലുകൾ ഉണ്ടെങ്കിൽ വയറുകൾ സുരക്ഷിതമാക്കാൻ സ്ക്രൂകൾ ടൈറ്റാക്കുക. സുരക്ഷാ മുൻകരുതലുകൾ: പവർ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനുകൾക്കായി ശരിയായ കേബിൾ തിരഞ്ഞെടുക്കുക. കണക്ഷൻ പോർട്ടുകളുടെ പൊളാരിറ്റി ആദ്യം തിരിച്ചറിയുക. തുടർന്ന് ശരിയായ പൊളാരിറ്റിയിൽ സോളാർ അറേകളുമായി ഇൻവെർട്ടറിനെ ബന്ധിപ്പിക്കുക. ഇൻവെർട്ടർ കണക്ട് ചെയ്യുമ്പോൾ AC DC ഏതെങ്കിലും പവർ സ്രോതസ്സുകൾ എന്നിവയ്ക്കിടയിൽ ഒരു കണക്ഷനും വിച്ഛേദിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക. ചാർജ് കൺട്രോളറിലേക്ക് സോളാർ പാനൽ ബന്ധിപ്പിക്കുന്നു. സുരക്ഷാ മുൻകരുതലുകൾ: ഏതെങ്കിലും കണക്ഷനുകൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് സോളാർ പാനലിന് സൂര്യപ്രകാശം ലഭിക്കുന്നില്ലെന്നും ചാർജ് കൺട്രോളർ ഓഫാക്കിയിട്ടുണ്ടെന്നും വൈദ്യുത അപകടങ്ങൾ തടയുന്നതിന് ഏതെങ്കിലും പവർ സ്രോതസ്സുകളിൽ നിന്ന് വിച്ഛേദിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. സോളാർ പാനലിലും ചാർജ് കൺട്രോളറിലുമുള്ള ടെർമിനലുകൾ തിരിച്ചറിയുക. സോളാർ പാനലിൽ നിന്ന് സാധാരണയായി 2 വയറുകൾ പുറത്തുവരുന്നു, ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. ചാർജ് കൺട്രോളറിന് സോളാർ പാനൽ കണക്ഷനായി ലേബൽ ചെയ്ത ടെർമിനലുകളും ഉണ്ട്. പലപ്പോഴും പോസിറ്റീവ്, നെഗറ്റീവ് അടയാളങ്ങൾ ഉപയോഗിച്ച് സോളാർ അല്ലെങ്കിൽ PV എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. സോളാർ പാനലിലും കൺട്രോളറിലും ഘടിപ്പിച്ചിരിക്കുന്ന വയറുകളുടെ 2 അറ്റത്തു നിന്നും ഇൻസുലേഷൻ മുറിച്ച് സ്ട്രിപ്പ് ചെയ്ത് കണക്ഷനുള്ള കണ്ടക്റ്റീവ് വയറുകൾ തയ്യാറാക്കുക. ചാർജ് കൺട്രോളറിലെ പോസിറ്റീവ് ടെർമിനലിലേക്ക് സോളാർ പാനലിൽ നിന്ന് പോസിറ്റീവ് റെഡ് വയർ ബന്ധിപ്പിക്കുക. അതുപോലെ സോളാർ പാനലിൽ നിന്നുള്ള നെഗറ്റീവ് വയർ ചാർജ് കൺട്രോളറിലെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. കണക്ഷനുകൾ കാലക്രമേണ ലൂസ് ആകുന്നത് തടയാൻ സുരക്ഷിതവും ടൈറ്റുമാണെന്ന് ഉറപ്പാക്കുക. ചില ചാർജ് കൺട്രോളറുകൾക്ക് വയറുകൾ സുരക്ഷിതമാക്കാൻ സ്ക്രൂ ടെർമിനലുകളോ മറ്റ് കണക്ടറുകളോ ഉണ്ട്. ഇപ്പോൾ DC സർക്യൂട്ട് ബ്രേക്കറും ഇൻവെർട്ടറും ഓണാക്കുക. ഇൻവെർട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ലോഡ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചാർജ് കൺട്രോളർ ഡിസ്പ്ലേയിൽ സോളാർ പാനലും ബാറ്ററി വോൾട്ടേജും നിരീക്ഷിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ: ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി ബന്ധിപ്പിച്ചു, പവർ ഇൻവെർട്ടർ ബാറ്ററിയുമായി ബന്ധിപ്പിച്ചു, സോളാർ പാനൽ ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിച്ചു. ഇതോടെ ഈ എക്സസൈസ് അവസാനിക്കുന്നു. കണ്ടതിന് നന്ദി.